വന്ദേ ഭാരതത്തിൽ പുഴുവരിച്ച ഭക്ഷണം വിതരണം ചെയ്ത സംഭവത്തിൽ IRCTCക്ക് പിഴ ചുമത്തി ഇന്ത്യൻ റെയിൽവേ 10 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. കരാർ റദ്ദാക്കിയതായി റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. പാറ്റ്ന ടാറ്റ നഗർ വന്ദേ ഭാരതിലാണ് പുഴുവരിച്ച ഭക്ഷണം വിതരണം ചെയ്തത്. വിഷ്ണുപ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, പുഴുവരിച്ചത് ഏത് ആഹാര പദാർത്ഥത്തിലായിരുന്നു? നിരന്തരം ഇത്തരം ട്രെയിനുകളിലെ ആഹാരത്തെ പറ്റി പരാമർശം ഉണ്ടാവാറുള്ളതാണ്. ആഹാരം മോശമാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതെന്തായിരുന്നു സംഭവം? മോത്തി, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം നമ്മളെല്ലാം നിരന്തരം ട്രെയിൻ യാത്ര നടത്തുന്നവരാണ്. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം എന്ന് രാജ്യത്ത് കരുതപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ ഒരു ദുരനുഭവമാണ് ഒരു യാത്രക്കാരൻ പങ്കുവച്ചിട്ടുള്ളത്. പട്നയിൽ നിന്ന് ടാറ്റ നഗറിലേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ രാത്രി ഭക്ഷണത്തോടൊപ്പം വിതരണം ചെയ്ത തൈരിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത്തരത്തിൽ പുഴുവരിച്ചത് കണ്ടെത്തിയത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ, ഈ പുഴുവരിക്കുന്ന തൈരിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. IRCTCക്ക്, ഇതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള IRCTCക്ക് അതിൽ വീഴ്ച സംഭവിച്ചതിന് 10 ലക്ഷം രൂപ പിഴയാണ് ഇന്ത്യൻ റെയിൽവേ ചുമത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഭക്ഷണ വിതരണത്തിന് കരാറെടുത്ത കരാറുകാരനിൽ നിന്ന് 50 ലക്ഷം രൂപ പിഴ ഈടാക്കാനും ആ കരാറുകാരൻ്റെ കരാർ റദ്ദാക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും റെയിൽവേയുടെ അനാസ്ഥ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ദീർഘദൂര യാത്രകളിലാണ് പ്രധാനമായും നമ്മൾ ഈ ടിക്കറ്റിനൊപ്പം ഭക്ഷണവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വാങ്ങാറുള്ളത്. ഇപ്പോൾ അത്തരത്തിൽ വാങ്ങുന്ന ഭക്ഷണങ്ങളിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നുകൂടി തെളിയുകയാണ്. വന്ദേ ഭാരതിൽ ഉൾപ്പെടെയാണ്, വന്ദേ ഭാരത് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രീമിയം ട്രെയിൻ സർവീസുകളിലൊന്നാണ്. ആ ട്രെയിൻ സർവീസിലെ ഭക്ഷണത്തിനാണ് ഈ ഗതി വന്നിട്ടുള്ളത്. മോത്തി.